ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ വാല്യുവേഷൻ ക്യാമ്പ് ഇന്ന് അഥവാ 12/4/2022 ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണ ക്യാമ്പ് CV ക്യാമ്പായിട്ടാണ് നടക്കാറുള്ളത്. CV ക്യാമ്പ് എന്ന് പറയുമ്പോൾ വാല്യുവേഷന് ഏതെങ്കിലും ഒരു കോളേജിൽ വെച്ചാവും വാല്യുവേഷൻ ഉണ്ടാവുക. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ആ കോളേജിൽ വെച്ചിട്ട് പേപ്പർ വാല്യൂ ചെയ്യും. എന്നാൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വാല്യുവേഷന് CMV ആയിട്ടാണ് നടക്കുന്നത്. CMV ക്യാമ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ക്യാമ്പിൽ നിന്നും പേപ്പർ കിട്ടും. അവർ വീട്ടിൽ നിന്ന് പേപ്പർ നോക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, ക്യാമ്പിലേക്ക് ആ കോളേജിൽ സബ്മിറ്റ് ചെയ്യും. അതാണ് CMV ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ക്യാമ്പിലും ഇന്ന് വാല്യുവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പേപ്പറെല്ലാം ടീച്ചേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 3-4 ദിവസത്തിനുള്ളിൽ ടീച്ചേഴ്സ് ഈ പേപ്പർ വാല്യൂ ചെയ്തതിന് ശേഷം തിരിച്ച് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 19 തീയതിക്കുള്ളിൽ പേപ്പർ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം എല്ലാ ടീച്ചേഴ്സും പേപ്പർ വാല്യൂ ചെയ്ത് 19 തീയതിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വാല്യുവേഷൻ എങ്ങനെയാകും എന്നുള്ളതാണ്. ലിബറൽ ആകുമോ? അപ്പോൾ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലിബറലാക്കും. അപ്പോൾ അത് അവർക്ക് യൂണിവേഴ്സിറ്റി തന്നെ നിർദ്ദേശം തരും കുറച്ച് ലിബറലാക്കാൻ. പക്ഷേ ടഫ് അല്ലാത്ത അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ഒന്നും ഇല്ലാത്ത നോർമലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു ലിബറലൈസേഷനും ഉണ്ടാവില്ല. എല്ലാം കോമൺ ആയിട്ട് സാധാരണ പേപ്പർ നോക്കുന്നത് പോലെ തന്നെയാണ് നോക്കുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാം ലിബറലായിരുന്നോ അല്ലെങ്കിൽ വാല്യുവേഷൻ ലിബറലായിരുന്നോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ പേപ്പർ അനുസരിച്ചിട്ടാകും ലിബറലാണോ അതല്ല നോർമൽ വാല്യുവേഷൻ ആണോ നടക്കുന്നുള്ളത്. അതൊക്കെ ഓരോ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് സെമ്മിൽ എങ്ങനെയാണോ എക്സാം വന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വാല്യുവേഷൻ വിശേഷങ്ങൾ. എന്തായാലും ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 2021 അഡ്മിഷൻ എടുത്തവർക്ക് അവരുടെ റെഗുലർ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 26 അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ എക്സാം ഉണ്ടാകും ഫസ്റ്റ് സെമ്മിൻ്റെ. അപ്പോൾ ആ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിൻ്റെ മുമ്പ് 2020 അല്ലെങ്കിൽ സപ്ലി ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ്, എന്നുവെച്ചാൽ ഈ വാല്യുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് സപ്ലി എത്രയുണ്ട് ആ സപ്ലി എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് എക്സാം ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും എന്നിട്ട് റിസൾട്ടിൽ സപ്ലി ഉള്ളവർക്ക് അതിന് സപ്ലിക്ക് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള ഡേറ്റ് വേറെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ 5th ഉം 6th ഉം ഒക്കെ അടുത്ത് തന്നെ വരും. ഓക്കെ, താങ്ക് യു.